ഇത് ഷോ ഓഫ് ആണോ? അല്ല. ഒരു മനുഷ്യൻ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തെ അവസാനമായിട്ട് കാണാൻ വന്ന സഹപ്രവർത്തകര്, അദ്ദേഹത്തിന്റെ നെയ്ബേഴ്സ്, അദ്ദേഹത്തോട് ഇഷ്ടമുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തെ അവസാനമായിട്ടൊന്ന് കാണാനോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് അദ്ദേഹത്തിന് ഒരു ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാനോ പോലും സമ്മതിക്കാതെ കുറെ ഓൺലൈൻ മീഡിയാസ് മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരും. ഇതെല്ലാം എടുത്ത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ട് കാശ് വാങ്ങിക്കണ്ടായോ? ആ ലക്ഷ്യത്തോട് കൂടിയിട്ട് കുറെ എണ്ണം വന്നിട്ട് മരണ വീടാണ് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന കുറെ ജന്മങ്ങളുണ്ട്. ഓക്കെ, ഇവരൊക്കെ കണ്ട സെലിബ്രിറ്റീസിന്റെ ഒക്കെ പുറകെ നടന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തോട്ടെ, അതും ശരിയല്ല. പക്ഷെ എന്നാലും ഇത്തരം സാഹചര്യത്തിലെങ്കിലും ഇവന്മാർക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിന്നൂടെ? ഇപ്പൊ എവിടെ ഒരു മരണം നടന്നു കഴിഞ്ഞാലും ആ വീട്ടുകാർക്ക് അവസാനമായിട്ട് ഒരു നോക്ക് കാണാനോ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് അവർക്കൊന്ന് എന്താ പറയുക, ഒന്ന് വിഷമിക്കാനോ സങ്കടപ്പെടാനോ അവർക്ക് അതൊന്ന് അദ്ദേഹത്തെ നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞു വിടാനോ പോലും പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ ഒരു മകൻ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവിടെ നടന്നത് എന്താണ് എന്നുള്ളത് എക്സാക്ട് ഞാൻ ക്ലിപ്പുകൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ബോഡി ഒന്ന് കൊണ്ടുവരാനോ അവിടെ വന്നിട്ടുള്ള രാഷ്ട്രീയക്കാര് നേതാക്കൾ പറയുന്നുണ്ട് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കണം, നിങ്ങളൊന്ന് പുറമോട്ട് മാറി നിൽക്കണം. ആരും മാറി നിൽക്കുന്നില്ല. പിഷാരടിയെ പോലെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ആരും മാറി നിൽക്കുന്നില്ല. ഇങ്ങനെ തിങ്ങി അങ്ങ് നിൽക്കുകയാണ്. അച്ഛൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു മകനാണ്, അവന് വേദനയുണ്ട്, വിഷമമുണ്ട്, അവനത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ഈ രീതിയിൽ പലരും പ്രതികരിച്ചു പോകും. ഓരോരുത്തരുടെയും പ്രതികരണം ഓരോ രീതിയിലല്ലേ. ഏതായാലും അവിടെ നടന്ന ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. ചന്തു 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 കണ്ടില്ലേ, തിങ്ങി നിറഞ്ഞു നിൽക്കാണ്. മാറാൻ പറഞ്ഞാൽ മാറിക്കൊടുക്കണം. അത്രയും നേരം സെലിബ്രിറ്റീസ് വന്നതും ഓരോ വ്യക്തി ഇവരെങ്ങനെയാണെന്ന് അറിയാമോ? ഓരോ സെലിബ്രിറ്റീസ് വരും, അവരുടെ സെപ്പറേറ്റ് ക്ലിപ്പ് എടുത്ത് അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീച്ച് കിട്ടത്തില്ലയോ? ഇപ്പൊ നല്ല ചാകരയാണല്ലോ, ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇടാം, ഒത്തിരി വലിയ വീഡിയോസ് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന പ്രവൃത്തിയാണ്. ഓക്കെ, നിങ്ങൾ കാണിച്ചോളുക, നിങ്ങളുടെ വരുമാന മാർഗമായിരിക്കും, എന്തുമായിരിക്കും. പക്ഷേ ഒരു 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 സ്ഥലത്ത് കാണിക്കേണ്ട സാമാന്യ ബോധവും മര്യാദയും കാണിക്കുക. അത് പ്രകടമാക്കിയിട്ട് വേണം ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കാൻ. ഇനി വേറെ കുറെ ആൾക്കാരുണ്ട്. സലീം കുമാറിന്റെ മരണവാർത്ത കേട്ടപ്പോഴേക്കും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടും പുച്ഛിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ അങ്ങിടുകയാണ്. കളിയാക്കാനുണ്ടായ മെയിൻ കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. നമ്മുടെ ഈ രാജ്യത്ത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രകടമാക്കാം, അത് പബ്ലിക്കായിട്ട് പ്രകടമാക്കാം. പല സിനിമാ താരങ്ങളും സ്വന്തം രാഷ്ട്രീയം പ്രകടമാക്കാറില്ല, പക്ഷെ ചില ആൾക്കാർ പ്രകടമാക്കാറുണ്ട്. അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയ പാർട്ടിയോടാണോ താല്പര്യം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്, അദ്ദേഹത്തിന്റെ മതം ഏതാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ എന്താണ്, താല്പര്യങ്ങൾ എന്താണ്, ഇതൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കുമുണ്ട്. അതിപ്പോ സിനിമാ താരങ്ങൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഓരോ വ്യക്തിക്കും, ഓരോ സാധാരണക്കാരനും തനിക്ക് ആവശ്യമുള്ള തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ വിശ്വാസങ്ങൾ, തൻ്റെ താല്പര്യങ്ങൾ പ്രകടമാക്കാനുള്ള അവകാശമുണ്ട്. അതിൽ നിന്ന് തടയാനോ അതിൻ്റെ പേരിൽ ഒരാളെ കളിയാക്കാനോ പരിഹസിക്കാനോ പുച്ഛിക്കാനോ ആർക്കും അവകാശമില്ല. ഏതെങ്കിലും ഒരു സിനിമാ താരം BJP-യിലേക്ക് പോകുമ്പോൾ അയാളെ കളിയാക്കുന്നു, അതൊക്കെ അയാളുടെ താല്പര്യമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാകും, അദ്ദേഹം അത് പ്രകടമാക്കിയിട്ടുണ്ടാകും, അതിനെപ്പറ്റി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഓപ്പോസിറ്റിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ അയാൾ കളിയാക്കിയിട്ടുണ്ടാകും, അവരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടാകും, പ്രതികരിച്ചിട്ടുണ്ടാകും, അവരുടെ നിലപാടുകളെ പറ്റിയിട്ടും അവരുടെ അഴിമതികളെ പറ്റിയിട്ടും ഒക്കെ പുച്ഛിച്ചിട്ടുണ്ടാകും, സംസാരിച്ചിട്ടുണ്ടാകും. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളാണ്.
അതിന്റെ പേരിൽ അദ്ദേഹം മരണപ്പെടുമ്പോഴേക്കും പുച്ഛിക്കാനും കളിയാക്കാനും വിമർശിക്കാനും നാണം കെടുത്താനും ഒന്നും ഒരു വ്യക്തിക്കും അവകാശമില്ല. അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അത് നമ്മളൊക്കെ വളർന്നു വന്ന ചൈൽഡ്ഹുഡ് മെമ്മറിയുടെ പാർട്ടാണ്. നമ്മൾ പോയി പണ്ടത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് അഭിനയിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആ ഒരു ബഹുമതിയും ബഹുമാനവും കൊടുത്ത് നമ്മൾ യാത്ര അയക്കുക, അതേ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മളെപ്പോലെയുള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ്. നമ്മളെല്ലാവരും ഈ ലോകത്ത് വന്നു, കുറച്ച് നാൾ ജീവിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും മടങ്ങി പോകേണ്ടവരാണ്. ആരും സ്ഥിരതാമസക്കാരല്ല, ഈ ലോകത്തെ സ്ഥിരതാമസക്കാരല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പലരും നമ്മളുടെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് മടങ്ങിപ്പോവും. സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളികൾക്ക് എല്ലാം സുപരിചിതനാണ്. അദ്ദേഹം ഒരുപാട് ക്യാരക്ടേഴ്സ് അഭിനയിച്ചു, ഒത്തിരി കോൺട്രിബ്യൂഷൻസ് പറഞ്ഞാൽ സിനിമയിലൂടെ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസുകൾ നടത്തി. അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ മടക്കി അയക്കുക, അതിനു പകരം പുച്ഛിക്കുക, നാണം കെടുത്തുക, ഇവരൊന്നും വേറെ പണിയൊന്നുമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറെ ബ്ലൈൻഡായിട്ട് രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്ന് അവരുടെ വാലയും തൂങ്ങി നടക്കുന്ന കുറെ അണികളുണ്ട്. അവന്മാര് സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങ് ഹേറ്റ് പ്രകടിപ്പിക്കുകയാണ്. ഇതേ ആൾക്കാർ തന്നെ സലീം കുമാറിന്റെ മകൻ ഇങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ ആ പയ്യനെയും കുറ്റം പറയുന്നു. എന്തിന്? ആരായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രതികരിച്ചു പോവുള്ളൂ. മകനാണ്, സ്വന്തം അച്ഛനാണ് പോയേക്കുന്നത്. ഇനി അച്ഛനെ കാണാൻ പറ്റത്തില്ല. അവസാനമായിട്ട് അച്ഛനെ ഒരു നോക്ക് കാണാനോ അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കാനോ ഒന്നും സമ്മതിക്കാതെ ഈ രീതിയിൽ തിങ്ങി നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരോട് ഈ രീതിയിലേ പ്രതികരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഒരു മകൻ എന്നുള്ള രീതിയിൽ അവിടെ വെറുതെ കരഞ്ഞു നിൽക്കാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അച്ഛന് ഒരു നല്ല മടക്കയാത്ര കൊടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പം നമ്മളാണ് ഔചിത്യം കാണിക്കേണ്ടത്. നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം, എവിടെ എങ്ങനെ പെരുമാറണം, ഏത് സാഹചര്യത്തിൽ, ഓരോ സാഹചര്യത്തിലും പെരുമാറേണ്ട രീതികളുണ്ട്. ആ പെരുമാറേണ്ട രീതികൾക്കനുസരിച്ച് പെരുമാറുക. നമ്മൾ വെറും കോമരങ്ങളെ പോലെ തുള്ളാതിരിക്കുക, വെറും മൊണ്ണകളാകാതിരിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലുള്ള കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, അവർക്കൊന്നും ഒരു ബോധമില്ല. എങ്ങനെയെങ്കിലും റീച്ച് വേണം, എങ്ങനെയെങ്കിലും ഇതൊക്കെ ക്ലിപ്പെല്ലാം എടുത്ത് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് മാത്രമാണ് അവരുടെയൊക്കെ ചിന്താഗതി. ഇതിൻ്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും ഭയങ്കര ചൂടോടെ കിട്ടിക്കഴിഞ്ഞാൽ അതും എടുത്ത് വിറ്റ് കാശാക്കും. ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട്, ആ കണ്ണോട് കൂടിയിട്ട് ഇതൊക്കെ കണ്ട് എന്തിനാണ് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? ശരിക്കും ഇത്തരക്കാരുടെ ഈ ഇടിച്ചു കയറ്റം നിർത്തേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. നമ്മൾ മീഡിയാസിനെ കുറ്റം പറയാറുണ്ട്, നമ്മൾ മാധ്യമങ്ങളെ കുറ്റം പറയാറുണ്ട്, ഓക്കെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ നോർമൽ മാധ്യമങ്ങളെക്കാട്ടിലുമൊക്കെ ഈ ഓൺലൈൻ മീഡിയാസ് വല്ലാത്ത രീതിയിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു സിനിമാ നടി, ആ സിനിമാ നടിക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തില്ല, ഒന്ന് കുനിഞ്ഞു നിൽക്കാൻ പോലും പറ്റത്തില്ല. എവിടെ നിന്നാണ് ക്യാമറ ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്ന് കുനിയുകയോ നൂരുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേക്കും അത് ഒപ്പിയെടുത്ത് അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടാകും, അപ്ലോഡ് ആയിട്ടുണ്ടാകും. ഇവർക്കെതിരെ ഒന്നും കേസ് കൊടുത്താൽ പോലും, ഇവർക്കെതിരെ പോലീസുകാർ പ്രതികരിച്ചാൽ പോലും ഇവർക്ക് നാണമില്ല, ഇവർക്കൊരു പ്രശ്നവുമില്ല. ആര് പ്രതികരിച്ചാലും എവിടെ നിന്നൊക്കെ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ഇവർ സ്റ്റിൽ ഇതേ പരിപാടി തന്നെ കാണിക്കും. സത്യത്തിൽ ഇത്തരക്കാരെ ഒന്നും ഇങ്ങനത്തെ ചടങ്ങുകളിലേക്ക് പങ്കെടുപ്പിക്കാനോ അവിടേക്ക് കടത്തിവിടാനോ പോലും പാടില്ല. അപ്പോൾ ഒരു മകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സലീം കുമാറിനെ കളിയാക്കേണ്ടവർ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാനും അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ എന്താണെന്നുള്ളത് പ്രകടമാക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇപ്പൊ അദ്ദേഹം മടങ്ങിപ്പോയി. നമുക്ക് നല്ലൊരു മടക്കയാത്ര കൊടുക്കാനേ പറ്റത്തുള്ളൂ. അദ്ദേഹത്തെ കളിയാക്കാതെ, പുച്ഛിക്കാതെ, അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ആലോചിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ മടക്കി അയക്കാനേ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ.